Hello friends, welcome to Online Vidyalaya. NCERT Class 6 Sanskrit അഷ്ടമഃ പാഠഃ സൂക്തിസ്തബകഃ അഭ്യാസകാര്യമാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അഭ്യാസഃ എക്സസൈസസ്. അതിലൊന്നാമത്തേത് സർവാൻ ശ്ലോകാൻ സസ്വരം ഗായത്. എല്ലാ ശ്ലോകങ്ങളും ഉറക്കെ പാടുക. സിങ് ഓൾ ദി സ്ലോഗൻസ് ലൗഡ്ലി. 5 ശ്ലോകങ്ങൾ തന്നിട്ടുണ്ട്. ആ 5 ശ്ലോകങ്ങളും ഉച്ചത്തിൽ വായിച്ച് പ്രാക്ടീസ് ചെയ്യുക. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ശ്ലോകാൻസാൻ യോജയത്. ശ്ലോകത്തിൻ്റെ ഒരു ഭാഗം ലെഫ്റ്റ് സൈഡിൽ തന്നിട്ടുണ്ട്, അതിൻ്റെ ബാക്കി പകുതി റൈറ്റ് ഹാൻഡ് സൈഡിൽ തന്നിട്ടുണ്ട്. ശരിയായ ഉത്തരം നമ്മൾ മാച്ച് ചെയ്യണം. അതിലൊന്നാമത്തേത് തസ്മാത് പ്രിയം ഹി വക്തവ്യം. ടു സ്പീക്ക് വിത്ത് ലവ്. സ്നേഹത്തോടെ സംസാരിക്കണം. അതിൻ്റെ ബാക്കി ആൻസർ വചനേക ദരിദ്രത. സംസാരിക്കുന്നതിൽ എന്തിനെ പിശുക്കണം. വാട്ട് മൈസറി ഇൻ സ്പീക്കിംഗ്. ഗച്ഛൻ പിപീലകോ യാതി എന്ന് വെച്ചാൽ ചലിക്കുന്ന എറുമ്പുകൾ നിർത്താണ്ട്. യോചനാനാം ശതാന്യപി. 100 മൈലുകളായാലും പോയിക്കൊണ്ടേയിരിക്കും. ഈവൻ ദോ ദ മൂവിങ് ആൻസ് ക്യാൻ ഗോ 100 miles വിത്തൗട്ട് സ്റ്റോപ്പിംഗ്. മൂന്നാമത്തേത് പ്രിയവാക്യ പ്രധാനേന. നല്ല വാക്കുകൾ സംസാരിക്കുന്നത് മൂലം സർവേ തുഷ്യന്തി ജന്തവഃ. എല്ലാ മനുഷ്യരും സന്തോഷിക്കുന്നു. ഓൾ പീപ്പിൾ ആർ ഹാപ്പി ബൈ സ്പീക്കിംഗ് ഗുഡ് വേർഡ്സ്. കിം ഭവേത് തേന പാട്ടേന. അതിൻ്റെ ആൻസർ ജീവനേ യോന സാർത്ഥകഃ. വായിക്കുന്നതിൽ പ്രയോജനമില്ലാത്ത പാഠത്തിൽ എന്തർത്ഥമാണുള്ളത്. വാട്ട് ഈസ് ദ ബെനിഫിറ്റ് ഓഫ് റീഡിങ് എ ലെസൺ ദാറ്റ് ഈസ് ഓഫ് നോ യൂസ് ഇൻ അവർ ലൈഫ്. അതിൻ്റെ അവസാനത്തെ ചോദ്യം കാക്കഃ കൃഷ്ണഃ പികഃ കൃഷ്ണഃ കോ ഭേദഃ പിക കാക്കയോഃ. അതാണ് അതിൻ്റെ ശരിയായ ആൻസർ. ക്രോ ഈസ് ബ്ലാക്ക്, കുക്കു ഈസ് ഓൾസോ ബ്ലാക്ക്. സോ വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ കുക്കു ആൻഡ് ക്രോ. കാക്കയും കറുത്തതാണ്, കുയിലും കറുത്തതാണ്. ആയതിനാൽ കാക്കയ്ക്കും കുയിലിനും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? മൂന്നാമത്തെ ചോദ്യം പ്രശ്നാനാം ഉത്തരാണി ലിഖത്. ചോദ്യങ്ങൾക്കുള്ള ഉത്തരം എഴുതുക. റൈറ്റ് ദി ആൻസേഴ്സ് ടു ദി ക്വസ്റ്റ്യൻസ്. അതിലൊന്നാമത്തേത് സർവേ ജന്തവഃ കേന തുഷ്യന്തി. എല്ലാ ജീവജാലങ്ങളും എന്തിലാണ് തൃപ്തി അടയുന്നത്, സന്തോഷിക്കുന്നത്? എല്ലാ ജീവജാലങ്ങളും സ്നേഹത്തോടെ സംസാരിക്കുന്നത് മൂലം തൃപ്തരാണ്. അപ്പോൾ അതിൻ്റെ ശരിയായ ഉത്തരം എഴുതേണ്ടത് പ്രിയവാക്യ പ്രധാനേന. സ്നേഹത്തോടെ സംസാരിക്കുന്നത് മൂലം. ആ കേൻ എന്നുള്ളതിൽ പ്രിയവാക്യ പ്രധാനേനെന്ന് മാത്രം മാറ്റി എഴുതിയാൽ മതി. ഇതിൻ്റെ ആൻസർ ആകും സർവേ ജന്തവഃ പ്രിയവാക്യ പ്രധാനേന തുഷ്യന്തി. എല്ലാ ജീവജാലങ്ങളും സ്നേഹത്തോടെ സംസാരിക്കുന്നതിൽ സന്തോഷിക്കുന്നു. പിക കാക്കയോഃ ഭേദഃ കഥാ ഭവതി. What does the difference between crow and the cuckoo come to know? പിക കാക്കയോഃ ഭേദഃ വസന്ത സമയേ ഭവതി. കാക്കയ്ക്കും കുയിലിനും തമ്മിലുള്ള വ്യത്യാസം എപ്പോഴാണ് അറിയാൻ സാധിക്കുക? When does the difference between crow and the cuckoo come to know? പിക കാക്കയോഃ ഭേദഃ വസന്ത സമയേ ഭവതി. ദ ഡിഫറൻസ് ബിറ്റ്വീൻ ക്രോ ആൻഡ് കുക്കു ഈസ് റിവീൽഡ് ഇൻ സ്പ്രിംഗ് സീസൺ. കാക്കയ്ക്കും കുയിലിനും തമ്മിലുള്ള വ്യത്യാസം വസന്തകാലത്ത് അറിയാൻ സാധിക്കും. കഃ ഗച്ഛൻ യോചനാനാം ശതാന്യപി യാതി. ഹൂ ഗോസ് ആഫ്റ്റർ ഹൺഡ്രഡ്സ് ഓഫ് മൈൽസ് ഓൾസോ മൂവിങ്. 100 മൈലുകൾ സഞ്ചരിച്ച ശേഷവും ആരാണ് പോയിക്കൊണ്ടേയിരിക്കുക? ഉറുമ്പുകളാണ് നിൽക്കാണ്ട് പോയിക്കൊണ്ടേയിരിക്കുക. അപ്പോൾ അതിൻ്റെ ആൻസർ എഴുതേണ്ടത് പിപീലകഃ ഗച്ഛൻ യോചനാനാം ശതാന്യപി യാതി. കഹ എന്നുള്ള സ്ഥലത്ത് പിപീലകഃ എന്ന് മാത്രം മാറ്റി എഴുതി കഴിഞ്ഞാൽ ബാക്കിയുള്ളതൊക്കെ ക്വസ്റ്റ്യനുള്ളത് പോലെ തന്നെ ആ കഹ എന്നുള്ള സ്ഥലത്ത് പിപീലകഃ എന്ന് മാത്രം മാറ്റിയാൽ മതി. അതിൻ്റെ മുകളിലത്തെ ക്വസ്റ്റ്യൻ അതേമാതിരി കഥ എന്നുള്ള സ്ഥലത്ത് വസന്ത സമയം എന്ന് എഴുതി കഴിഞ്ഞാൽ രണ്ടാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം. ബാക്കിയുള്ളതൊക്കെ സെയിം ക്വസ്റ്റ്യനുള്ളത് പോലെ തന്നെ ആ വേർഡിന് മാത്രം ആൻസറിൻ്റെ വസന്ത സമയം എന്ന് മാത്രം മാറ്റി എഴുതി കഴിഞ്ഞാൽ മതി. ഇപ്പോൾ അവസാനത്തെ ക്വസ്റ്റ്യൻ നോക്കാം.
അസ്മാഭിഹ കിം വക്തവ്യം, വാട്ട് ഷുഡ് ബി സേ, നമ്മൾ എങ്ങനെയാണ് സംസാരിക്കേണ്ടത്? നമ്മൾ സ്നേഹത്തോടെ സംസാരിക്കണം. അസ്മാഭിഹ പ്രിയം വക്തവ്യം, നമ്മളെപ്പോഴും സ്നേഹത്തോടെ സംസാരിക്കണം. വി ഷുഡ് സ്പീക്ക് ലൗലി. നാലാമത്തെ ചോദ്യം, ഉചിത കഥാനാനാം സമക്ഷം ആം, അനുചിത കഥാനാനാം സമക്ഷ ന ഇതി ലിഖത്. അതായത് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് സ്ഥലത്ത് ആം, ശരി, ട്രൂ എന്ന് എഴുതുക. റോങ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റിന് ന, നോട്ട് എന്നുള്ള മീനിങ്ങിൽ എഴുതുക. അതിൽ ഒന്നാമത്തേത് കാക്കഹ കൃഷ്ണഹ ന ഭവതി, കാക്ക കറുപ്പല്ല. നമുക്കറിയാം കാക്ക കറുപ്പാണ്. അപ്പോൾ ആ സ്റ്റേറ്റ്മെൻറ്റ് റോങ് ആയതുകൊണ്ട് അവിടെ ന, നോട്ട് എന്നുള്ള മീനിങ്. അപ്പോൾ അത് ഫോൾസ് സ്റ്റേറ്റ്മെൻ്റ് അല്ലേ, അപ്പോൾ അത് ന എന്ന് എഴുതിയാൽ മതി. അസ്മാഭിഹ പ്രിയം വക്തവ്യം, നമ്മളെപ്പോഴും സ്നേഹത്തോടെ സംസാരിക്കണം. അപ്പം അത് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റാണ്. അപ്പോൾ അത് ട്രൂ. ആം എഴുതുക. വസന്തസമയെ പിക കാക്കയോഹ ഭേദഃ ഭവതി, സ്പ്രിംഗ് സീസണിൽ നമുക്ക് കാക്കയ്ക്കും കുയിലിനും തമ്മിലുള്ള ഡിഫറൻസ് അറിയാൻ സാധിക്കും. അതും ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റാണ്. അപ്പോൾ അതും ആം, ട്രൂ എന്ന് എഴുതുക. വൈനതേഹ പശുഹ അസ്തി, വൈനതേഹ എന്ന് ചോദിച്ചാൽ ഗരുഡൻ, ഈഗിൾ. ഈഗിൾ എന്തെന്നാണെന്ന് പറയുന്നത്? ഒരു അനിമലാണ് എന്നാണ് പറയുന്നത്. ഈഗിൾ ഈസ് ആൻ അനിമൽ എന്ന് പറയുന്നത്. അത് നമുക്കറിയാം, ഈഗിൾ എന്നുള്ളത് ഒരു ബേർഡാണ്. അപ്പോൾ അത് റോങ് സ്റ്റേറ്റ്മെൻറ്റ്. അപ്പോൾ അത് ന എന്ന് എഴുതുക, ഫാൾസ് എന്നുള്ളത്. വചനെ ദരിദ്രത ന കർത്തവ്യ, നമ്മൾ സംസാരിക്കുന്നതിൽ എപ്പോഴും പിശുക്ക് കാണിക്കരുത്. അപ്പോൾ ഇവിടെ തന്നിട്ടുള്ളത് വചനെ ദരിദ്രത ന കർത്തവ്യ, അപ്പോൾ നമ്മൾ സംസാരിക്കുന്നതിൽ എപ്പോഴും പിശുക്ക് കാണിക്കരുത്. അപ്പോൾ അതും ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആയതുകൊണ്ട് ആം എഴുതുക. അഞ്ചാമത്തെ ചോദ്യം, മഞ്ജുഷാതഃ സമാനാർത്ഥകാനി പദാനി ചിത്വാ ലിഖത്, ചൂസ് ദ സിനോണിം വേർഡ്സ് ഫ്രം ദിസ് ബോക്സ്. ബോക്സിൽ സെയിം മീനിങ് വരുന്ന കുറച്ച് വേർഡ്സ്, വാക്യങ്ങൾ തന്നിട്ടുണ്ട്. ആ വാക്ക് ശരിയായിട്ടുള്ള സ്ഥലത്ത് നമ്മൾ എഴുതണം. അതിൽ ഫസ്റ്റ് വൺ വചനെ. വചനെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ബോൾനെ മേം, ഇൻ സ്പീക്കിംഗ്. അതിൻ്റെ സെയിം മീനിങ് വരുന്നത് കഥനെ. കഥനെ എന്ന് വെച്ചാലും ഇൻ സ്പീക്കിംഗ് എന്നുള്ള അർത്ഥം തന്നെയാണ്. വൈനതേയഹ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗരുഡൻ, ഈഗിൾ. അതിൻ്റെ ബോക്സിൽ തന്നിട്ടുണ്ട് ഗരുഡഹ, അതിൻ്റെ ആൻസർ എഴുതുക ഗരുഡഹ, ഈഗിൾ. പുസ്തകെ, പുസ്തകം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം ബുക്ക്. അപ്പോൾ അതിൻ്റെ സെയിം മീനിങ് വരുന്ന വാക്ക് ഇതിൽ ബോക്സിൽ തന്നിട്ടുള്ളത് ഗ്രന്ഥേ. ഗ്രന്ഥേ എന്ന് വെച്ച് കഴിഞ്ഞാലും കിതാബി എന്നുള്ള മീനിങ് ആണ്. ഉദ്യമേന, ഉദ്യമേന എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻ ഹാർഡ് വർക്കിംഗ്, കഠിനാധ്വാനത്തിലൂടെ, പരിശ്രമത്തിലൂടെ. അപ്പം അതിൻ്റെ സെയിം മീനിങ് പരിശ്രമേന. അതിൻ്റെ അവസാനത്തെ പിക്കഹ. പിക്കഹ എന്ന് വെച്ച് കഴിഞ്ഞാൽ കുക്കു. അതിൻ്റെ സെയിം മീനിങ് വരുന്നത് കോക്കിലഹ. കോക്കിലഹ എന്ന് വെച്ച് കഴിഞ്ഞാലും കുക്കു എന്ന് തന്നെയാണ്, കുയിൽ. ഈ ലെസണിൻ്റെ അഭ്യാസത്തിലുള്ള അവസാനത്തെ ചോദ്യമാണ് 6th വൺ. വിലോമ പദാനി യോജയത്, വിപരീത പദങ്ങൾ തമ്മിൽ യോജിപ്പിക്കുക. അതിൽ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ കുറച്ച് വാക്യങ്ങൾ തന്നിട്ടുണ്ട്. ആ വാക്കിൻ്റെ ഓപ്പോസിറ്റ് വേർഡ്സാണ് റൈറ്റ് ഹാൻഡ് സൈഡിൽ തന്നിട്ടുള്ളത്. അപ്പോൾ കറക്റ്റായിട്ട് അതിൻ്റെ ഓപ്പോസിറ്റ് വേർഡ്സ് തമ്മിൽ മാച്ച് ചെയ്യണം. അതിൻ്റെ ഒന്നാമത്തേത് സാർത്ഥകഹ. സാർത്ഥകഹ എന്ന് വെച്ച് കഴിഞ്ഞാൽ യൂസ്ഫുള്ളി, ഉപകാരപ്രദമായിട്ടുള്ളത്. അതിൻ്റെ ഓപ്പോസിറ്റ് അനുപയോഗി എന്നുള്ളത് വരണം, വേസ്റ്റ്ലി എന്നുള്ളത്. അപ്പോൾ നിരർത്ഥകഹ. കൃഷ്ണഹ എന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്ലാക്ക്, അപ്പോൾ അതിൻ്റെത് വൈറ്റ് എന്നുള്ളത് വരണം, ശ്വേതഹ. അനുക്തം. അനുക്തം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറഞ്ഞത്, കഹാ ഹുവ, ന കഹാ ഹുവ, നോട്ട് സ്റ്റേറ്റഡ് എന്നുള്ള മീനിങ്. അനുക്തം എന്ന് വെച്ച് കഴിഞ്ഞാൽ പറയാത്തത്, അതിൻ്റെ ഓപ്പോസിറ്റ് പറഞ്ഞത് എന്ന് വരണം. ഉക്തം എന്ന് വെച്ച് കഴിഞ്ഞാൽ പറഞ്ഞത്, കഹാ ഹുവ. ഗച്ഛതി. ഗച്ഛതി എന്ന് വെച്ച് കഴിഞ്ഞാൽ പോകുക, ഗോസ്.
അപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് വരിക എന്നുള്ളത് എഴുതണം. അതഹ കംസ് എന്നുള്ളത് ആഗച്ഛത്തി. അതിൻ്റെ ലാസ്റ്റ് വൺ ജാഗ്രതസ്യ. ജാഗ്രതസ്യ എന്ന് വെച്ച് കഴിഞ്ഞാൽ എഴുന്നേൽക്കുക, വേക്കിംഗ് അപ്പ് എന്നുള്ള മീനിങ്. അപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് ഉറങ്ങുക, സോത്തേ ഹുയേ എന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ അതിൻ്റെത് സുപ്തസ്യ, സ്ലീപ്പിംഗ് എന്നുള്ള മീനിങ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഓൺലൈൻ വിദ്യാലയ ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ ലൈക്ക് ചെയ്യുക. താങ്ക് യു.